ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയെ NDPS 29 വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. NDPS 27, 29 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നൽകും. വിഷ്ണു, ഇത് അറസ്റ്റിലേക്കും കേസിലേക്കും പോകാനിടയായ സാഹചര്യം എന്താണ്? അവിടെ എത്തിയ ഒരു ലഹരി മാഫിയ സംഘത്തിലെ ഒരു പ്രധാനി ഷൈൻ ടോം ചാക്കോയെ കാണാൻ തന്നെയാണ് എത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഈ ചോദ്യം ചെയ്യലിലും പോലീസിന് ലഭിച്ച മറ്റു വിവരങ്ങളിലും? വിജയകുമാർ, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോക്കെതിരെ NDPS 29, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NDPS 29 ആക്ട് പ്രകാരം കേസെടുക്കാൻ തീരുമാനിച്ചു. അതിൽ പ്രകാരം ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പോലീസ് അവിടെ അന്വേഷിച്ചെത്തിയ സജീറിനെ അറിയാമെന്നാണ് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയത്. ഷൈൻ ടോം ചാക്കോ സജീർ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറാണ്. ഈ ഡ്രഗ് ഡീലറുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോക്ക് ചില ബന്ധങ്ങളുണ്ട്, ഇതിൽ കോൺസ്പിറസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചുമത്തിയാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോക്കെതിരെ നിലവിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കേസിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകും. ഒരു പക്ഷേ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പായിരിക്കാം എന്ന് നമ്മൾ FIR രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ്. ഷൈൻ്റെ മൊഴികൾ വിശ്വാസയോഗ്യമല്ല എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. പോലീസ് ശേഖരിച്ച തെളിവുകളും മൊഴിയും അത് ഈ പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് കേസെടുത്ത് തുടർ നടപടിയിലേക്ക് പോകുക എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഈ ഡ്രഗ് ഡീലറായ സജീറിനെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സജീറിനെ തേടിയാണ് ആ ഹോട്ടലിൽ അന്ന് പോലീസ് എത്തിയത്. ആ സമയത്താണ് ഷൈൻ ടോം ചാക്കോ അവിടെ റൂം എടുത്തിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്. അങ്ങനെയാണ് പോലീസ് ആ റൂമിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ നടൻ ഇറങ്ങി ഓടിയത്. അപ്പോൾ പോലീസ് സംശയിക്കുന്നത് എന്താണോ അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിലും ഈ ശാസ്ത്രീയ പരിശോധന തെളിവുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സ്റ്റേഷൻ ജാമ്യം കിട്ടിയേക്കാം. അങ്ങനത്തെ അത്തരം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്രയും സമയം ഷൈൻ ടോം ചാക്കോ പറഞ്ഞ മൊഴികൾ അങ്ങ് മുഖവിലക്കെടുത്ത് പോലീസ് നടപടികൾ അവസാനിപ്പിക്കുകയല്ല, അതിനപ്പുറത്തേക്കുള്ള തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു മാസമായി ഷൈൻ ടോം ചാക്കോ ഈ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇദ്ദേഹം നടത്തിയ ഡിജിറ്റൽ പണമിടപാട് വിവരങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ, ഈ ക്വസ്റ്റനെയർ തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. അതിനൊടുവിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്.